ഇന്ന് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം. ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ഡോക്ടേഴ്സ് ദിനത്തിലെ പ്രമേയം. ഈ പ്രമേയം ഡോക്ടർമാരുടെ മാനസിക, ശാരീരിക, വൈകാരിക ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്നു. മറ്റുള്ളവരെ പരിചരിക്കുന്ന ഡോക്ടർമാർക്കും പിന്തുണയും കരുതലും ആവശ്യമാണ് എന്ന സന്ദേശമാണ് ഈ വർഷത്തെ പ്രമേയം നൽകുന്നത്. മനുഷ്യജീവിതത്തിന്റെ സംരക്ഷണത്തിനായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും അർപ്പിക്കുന്നു. നമസ്കാരം, ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മഹാദേവ്. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സമാധാന കരാർ പൊളിഞ്ഞു. ഇറാനും US തമ്മിൽ വീണ്ടും സംഘർഷം. നാളെ മുതൽ ഖത്തറിൽ സമാധാന ചർച്ച തുടങ്ങും. ടെലഗ്രാഫ് മുൻ എഡിറ്റർ R രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കി നൽകും. പാസ്പോർട്ടിന്റെ പ്രിന്റിംഗ് ആരംഭിച്ചതായി അറിയിച്ച് അധികൃതർ. അപകടകരമായ മോഡിഫിക്കേഷൻ വാഹനങ്ങളിൽ അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സ്കൂൾ കരിക്കുലത്തിൽ പ്രീ ലൈസൻസ് ട്രെയിനിങ് ഉൾപ്പെടുത്താനും ആലോചന. ഫിഫ ലോകകപ്പ് 2026 സ്വീഡനെ 3-0 തളച്ച് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. US ഇറാൻ സമാധാന കരാർ പൊളിഞ്ഞതായും യുദ്ധം വീണ്ടും കനക്കുന്നതായും റിപ്പോർട്ടുകൾ. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാളെ മുതൽ ഖത്തറിൽ സമാധാന ചർച്ച നടക്കുമെന്ന് US വ്യക്തമാക്കി. എന്നാൽ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമൂസ് വഴി കപ്പലുകൾ കടക്കുന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ അറിവോടെ ആയിരിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. ഇറാൻ നിശ്ചയിച്ച പാത ഒഴിവാക്കി ഒമാൻ തീരത്തിന് സമീപത്ത് കൂടി കപ്പലുകൾ കടത്തിവിടാൻ US സൈന്യം ശ്രമിക്കുന്നതാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. ഇറാൻ US സംഘർഷ വാർത്തകൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയായി. ക്രൂഡ് ഓയിൽ വില വീണ്ടും കൂടി. ഓഹരികളും സ്വർണ്ണവിലയും ഇടിഞ്ഞു. ടെലഗ്രാഫ് മുൻ ചീഫ് എഡിറ്റർ R രാജഗോപാലിന്റെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങി. കൊൽക്കത്ത പോലീസ് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. SIR നടപ്പിലാക്കിയപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കി എന്ന കാരണം പറഞ്ഞാണ് രാജഗോപാലിന്റെ അപേക്ഷ നേരത്തെ മടക്കിയത്. ഇത് ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെയും വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും ഇടപെടലിനെ തുടർന്നാണ് രാജഗോപാലിന് അനുകൂലമായ തീരുമാനമുണ്ടായത്. വാഹനങ്ങളിൽ അപകടകരമായ ശബ്ദവും വെളിച്ചവും പോലെയുള്ള മോഡിഫിക്കേഷനുകൾ അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. അപകടകരമല്ലാത്ത രീതിയിൽ കളർ കോഡ്, ഫിറ്റിംഗ്സ് എന്നിവ അനുവദിക്കും. വാഹനങ്ങളുടെ മോഡിഫിക്കേഷന് കേന്ദ്രത്തിന്റെ നിയമാവലി ബാധകമാണെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ +2 കോഴ്സിന്റെ ഭാഗമായി പ്രീ ലൈസൻസ് ട്രെയിനിങ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ ആലോചനയുണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പുമായി ഇതിനു വേണ്ട ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സ്വീഡന്റെ ശക്തമായ പ്രതിരോധ വലയം ഭേദിച്ച് ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശനം നേടി ഫ്രാൻസ്. സ്വീഡനെതിരെ എതിരില്ലാത്ത 3 ഗോൾ നേടിയാണ് ഫ്രാൻസ് മിന്നും വിജയം കരസ്ഥമാക്കിയത്. ഫ്രഞ്ച് താരങ്ങളായ കിലിയൻ എംബാപ്പെ 2ഉം ബ്രാഡ്ലി ബാർക്കോള 1 ഗോളും നേടി. ഇതോടെ ലോകകപ്പിൽ 6 ഗോൾ നേടുന്ന രണ്ടാമത്തെ താരമായി എംബാപ്പെ മാറി. ലിയോണൽ മെസ്സിയാണ് ഈ നേട്ടം ആദ്യം കരസ്ഥമാക്കിയത്. അടുത്ത കളിയിൽ ജർമ്മനിയെ നിലംപെറ്റിച്ച പരാഗ്വേയോടാണ് ഫ്രാൻസ് മത്സരിക്കേണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാനും US തമ്മിൽ വീണ്ടും സംഘർഷം. നാളെ മുതൽ ഖത്തറിൽ സമാധാന ചർച്ച തുടങ്ങും. ടെലഗ്രാഫ് മുൻ ചീഫ് എഡിറ്റർ R രാജഗോപാലിന്റെ പാസ്പോർട്ട് പുതുക്കി നൽകും. പാസ്പോർട്ടിന്റെ പ്രിന്റിംഗ് ആരംഭിച്ചതായി അറിയിച്ച് അധികൃതർ. അപകടകരമായ മോഡിഫിക്കേഷൻ വാഹനങ്ങളിൽ അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സ്കൂൾ കരിക്കുലത്തിൽ പ്രീ ലൈസൻസ് ട്രെയിനിങ് ഉൾപ്പെടുത്താനും ആലോചന. ഫിഫ ലോകകപ്പ് 2026 സ്വീഡനെ 3-0 തളച്ച് ഫ്രാൻസ് പ്രീ ക്വാർട്ടർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.